നമുക്കിന്നിവിടെ താറാവ് റോസ്റ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 കിലോ താറാവ് ഇറച്ചി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതൊരു ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് വേവിക്കണം. ഇതിലേക്ക് ആവശ്യമായ വെള്ളം, അതായത് ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്കിത് സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില, വെണ്ടകൾ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സവോള കനിമുറച്ചെണ്ണ, ഇത്ര സാധനം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരേക്കും ഇളക്കി കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്നും കൂടി ഇളക്കിയ ശേഷം ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. താറാവ് ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.